ഈ വീക്കിലെ എവിക്ഷൻ പ്രക്രിയ നേരിടുവാനായി പോയിരിക്കുന്നത് ആദിലയും സാബുമാനും നെവിനുമായിരുന്നു. ഹൗസ്മേറ്റ്സിനോട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പ്രധാന വാതിലിന്റെ അവിടെ പോയി നിൽക്കുകയായിരുന്നു. നമ്മൾ പ്രമോയിൽ കണ്ടതുപോലെ തന്നെ അവർ ബ്ലൈൻഡ് ഫോൾഡ് അണിഞ്ഞുകൊണ്ടായിരുന്നു അവിടെ നിന്നിരുന്നത്. 2-3 തവണയാണ് പ്രധാന വാതിലിന്റെ ഡോറുകൾ അടച്ചു പൂട്ടിയിരുന്നത്. ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് എവിക്റ്റ് ആകുന്നതായിരിക്കും. അത് ആരാണെന്ന് വഴിയെ മനസ്സിലാകും. പ്രധാന വാതിലിന്റെ ഡോർ അടച്ചു തുറക്കുമ്പോൾ ആരാണോ ഇല്ലാത്തത് ആ വ്യക്തി ബിബി ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവുകയും മറ്റു 2 പേർ സേവ് ആവുകയും ചെയ്യുമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അങ്ങനെ 2-3 തവണ പ്രധാന വാതിൽ അടച്ചു തുറക്കുമ്പോൾ 3 പേരും അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അടച്ചു തുറക്കുമ്പോൾ സാബുമാൻ അവിടെ ഉണ്ടായിരുന്നില്ല. നെവിനും ആദിലയും സേവ് ആയിരിക്കുന്നു. സാബുമാൻ എവിക്റ്റ് ആയിരിക്കുന്നു. അങ്ങനെ ആദിലയും നെവിനും ബിബി ഹൗസിലേക്ക് തന്നെ തിരിച്ചെത്തി. സാബുമാൻ നേരെ ലാലേട്ടന്റെ അടുത്തോട്ടും പോയി. ലാലേട്ടന്റെ അടുത്ത് ചെന്ന സാബുമാനോട് ലാലേട്ടൻ ചോദിച്ചു, സാബുമാൻ അവിടെ നിന്ന് എന്താണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന്. ആ സമയം സാബുമാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും ഓഡിയൻസിന്റെ മുമ്പിൽ സംസാരിക്കുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ആ ധൈര്യം അവിടെ നിന്ന് കിട്ടിയതാണ്. ബിബി ഹൗസിലാകുമ്പോൾ ഡെയിലി ഓരോ ടാസ്കുകളെല്ലാം ഉണ്ടാകുമ്പോൾ മറ്റുള്ള ഹൗസ്മേറ്റ്സിന്റെ മുന്നിൽ അത് പെർഫോം ചെയ്യേണ്ടി വരുമായിരുന്നു. ആ ഒരു പ്രാക്ടീസ് എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നതിൽ ഒരു ഭയവുമില്ല എന്നാണ് ലാലേട്ടനോട് സാബുമാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ലാലേട്ടനും വളരെയധികം സന്തോഷമായി. വളരെ നല്ലൊരു കാര്യമാണ് സാബുമാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ലാലേട്ടൻ അഭിനന്ദിച്ചു. പിന്നീട് ലാലേട്ടൻ ചോദിച്ചു, സാബുമാൻ എങ്ങനെയാണ് ഇത്രയും ദിവസം ഒരു സ്ട്രാറ്റജിയും ഇല്ലാതെ അവിടെ എല്ലാവരോടും ചിരിച്ച് ഒരേപോലെ നിൽക്കുവാൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ സാബുമാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജിയുമായി കൊണ്ടുപോവുകയാണെങ്കിൽ അത് 1-2 ദിവസം നിൽക്കും. പിന്നെ നമ്മളായി തന്നെ മാറും. അതിലും നല്ലത് നമ്മൾ ജനുവിനായി നിന്നു കഴിഞ്ഞാൽ നമ്മളെ അംഗീകരിക്കുന്ന പ്രേക്ഷകരുണ്ടാവും. ആ പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നു പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് ലാലേട്ടനോട് സാബുമാൻ പറഞ്ഞിരിക്കുന്നത്. ഫ്യൂച്ചറിൽ നല്ല നല്ല പ്രൊജക്റ്റുകളെല്ലാം കിട്ടി സാബുമാൻ വലിയൊരു നിലയിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ലാലേട്ടൻ ആശംസിച്ചു. അങ്ങനെ ലാലേട്ടനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് സാബുമാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. ഇനി നെക്സ്റ്റ് വീക്കിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമെന്നായിരുന്നു ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആ എവിക്ഷനിലൂടെ ആരാണ് പുറത്തു പോവുക എന്നുള്ളത് കണ്ടറിയാം. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.